ഇപ്പോൾ മുങ്ങിത്താഴുന്നു. അങ്ങനെ മന്ത്രിമാരൊന്നടങ്കം ആ കപ്പലിൽ മുങ്ങിത്താഴുകയാണ്. അവിടെ CPI-യുടെ ചില നേതാക്കൾക്കും കഷ്ടിച്ച് നീന്തി രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ക്യാപ്റ്റൻ നീന്തി രക്ഷപ്പെട്ടു. ആ കപ്പൽ മുങ്ങി, ക്യാപ്റ്റൻ നീന്തി രക്ഷപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന അണികളെല്ലാം മുങ്ങി താഴുന്നു. മന്ത്രിമാരടക്കം 14ഓളം മന്ത്രിമാർ തോൽവിയുടെ കയ്പുനീർ കുടിക്കുന്നു. പക്ഷേ ഒരു ആശ്വാസ വാർത്ത UDF-ന് വരുന്നുണ്ട്. അത് രമേശ് പിഷാരടി വീണ്ടും മുന്നിൽ വന്നു എന്നുള്ളതാണ്. 1525 വോട്ടുകൾക്ക് രമേശ് പിഷാരടി പാലക്കാട് വീണ്ടും മുന്നിൽ. അത് മാത്രമല്ല രഞ്ജിത്ത്, കപ്പൽ മുങ്ങിയെങ്കിൽ മാത്രമല്ല കേരളത്തിന്റെ മുഖത്ത് നോക്കി കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഇതാ കേരളം തിരിച്ചും പറഞ്ഞിരിക്കുന്നു LDF-നോട് കടക്ക് പുറത്ത് എന്ന്. അവിടെയും അകത്താകുന്നത് ഒരാൾ മാത്രമാണ്, ക്യാപ്റ്റൻ മാത്രമാണ്. മറ്റെല്ലാവരോടും മന്ത്രിമാരോടും MLA-മാരോടും ഒക്കെ ഒറ്റക്കെട്ടായി പറയുന്നു കടക്ക് പുറത്ത്. നമുക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങാമല്ലേ എന്ന് പറഞ്ഞു, ഒന്നിച്ചങ്ങ് ഇറങ്ങാമല്ലേ ഒന്നിച്ചിറങ്ങി. എന്തായാലും വയനാട്ടിലെ ദുരന്തമുഖത്ത് അടക്കം വലിയ തോതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ നേരിട്ട ഒരു പാർട്ടിയാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. നിങ്ങൾ എവിടെയാണ് ഈ പറയുന്നത് പോലെ വയനാട്ടിലെ ദുരന്ത ബാധിതരെ അടക്കം സംരക്ഷിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കുടിൽ കെട്ടി പ്രതിഷേധം നടത്തിയ യുവനേതാക്കളുണ്ട്. പക്ഷേ ആ യുവനേതാക്കൾക്ക് നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥികൾ പോലും ഇപ്പോൾ പിന്നോട്ട് പോകുമ്പോൾ അതാണ് കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നത് ഇപ്പോഴും പിടിതരാത്ത ഒന്നായി മാറുന്നു എന്നത് എടുത്തു പറയേണ്ടത്. അങ്ങനെ വലിയ ആക്ഷേപങ്ങൾ ആയിരുന്നു മുണ്ടക്കയിലും ചൂരൽമലയിലും അടക്കം UDF നേരിട്ടത്. അവിടെ UDF-ന്റെ ഭാഗമായിട്ടുള്ള ലീഗിന് മാത്രമല്ലേ വീട് വെച്ച് നൽകാൻ സാധിച്ചുള്ളൂ എന്ന് ചോദിച്ചെടുത്ത് ഇതാ ടി സിദ്ദിഖ്. ഞാൻ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ കൽപ്പറ്റയിൽ അതേ ടി സിദ്ദിഖിനെ കൂവി വിട്ടതാണ്. അതായത് മുണ്ടക്കയിലും ചൂരൽമലയിലും നടന്ന വീടുകൾ LDF-ന്റെ സർക്കാരിന്റെ വീടുകൾ നൽകിയപ്പോൾ ആ വേദിയിൽ UDF-ന് കൂവലേൽക്കേണ്ടി വന്നു. LDF-ന്റെ പ്രവർത്തകർ അവിടെ മുണ്ടക്കയിലും ചൂരൽമലയിലും കൂവി തോൽപ്പിച്ച ടി സിദ്ദിഖ് പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ വിജയിച്ചു കയറുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് ഒരിക്കൽ കൂടി വിജയിച്ചു കയറുകയാണ് മികച്ച ഭൂരിപക്ഷത്തിൽ. തീർച്ചയായും എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ എന്നുള്ളതൊക്കെ വിശദമായി ഇനി പരിശോധിക്കേണ്ടി വരും. പറഞ്ഞതെല്ലാം വാക്ക് പാലിച്ചു എന്നതാണ് പറഞ്ഞത്. പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയ സർക്കാരാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് CP ജോണിന്റെ ലീഡ് മാറുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. വിജയം ഉറപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് NDA വരുന്നു എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. എന്തായാലും തിരുവനന്തപുരം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്നതാണ്. അതായത് ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഏത് രീതിയിലും ഫലസൂചനകൾ മാറി മറിയാം എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ചാത്തന്നൂരിലും സമാനമായ സ്ഥിതിയുണ്ട്. കുറഞ്ഞൊരു 6-7 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട്. അതിന്റെ സൂചനകൾ വരുന്നു. മാറി ചാത്തന്നൂരിൽ ഇപ്പോൾ രാജേന്ദ്രൻ 470 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നഗരസഭയിൽ എണ്ണാൻ 2 വോട്ടുകൾ കണ്ണൂർ, പാലക്കാട് നഗരസഭയിൽ 2 ബൂത്തുകൾ മാത്രം എണ്ണാനുള്ളപ്പോൾ അതിനുശേഷം പഞ്ചായത്തുകൾ കണ്ണാടിയും മാത്തൂരും പിരായിരിയും എണ്ണുമ്പോഴാണ് കൃത്യമായി തന്നെ UDF-ന് അനുകൂലമായ സ്ഥലങ്ങളാണ്. അവിടെ ഒരുപക്ഷെ രമേശ് പിഷാരടിക്ക് ലീഡ് കിട്ടിയേക്കാം. അമ്പലപ്പുഴയിൽ ലീഡ് 8000 കടന്നു. രണ്ടുപേരും തുല്യമാണ്. കണ്ണാടി LDF-ന്റെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ഇതിനെ മാറാനുള്ള സാഹചര്യമാണ് അമ്പലപ്പുഴയിൽ 8000 കടന്നു. കൊല്ലത്ത് 2 സീറ്റ് മാത്രമായിരുന്നു UDF-ന് ഉണ്ടായിരുന്നത്. അവിടെ കഴക്കൂട്ടത്ത് BJP മുന്നിൽ, 8 വോട്ടിന് മുന്നിൽ. കഴക്കൂട്ടത്തും ഫലങ്ങൾ മാറി മറിയാം. 8 വോട്ടിന് BJP മുന്നിൽ, കഴക്കൂട്ടത്ത് വീണ്ടും BJP മുന്നിൽ വരുന്നു. പാലക്കാട് ഫലങ്ങൾ മാറി മറിയുന്നു. ചാത്തന്നൂരിൽ ഒരു 80 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം CPI-യുടെ സ്ഥാനാർത്ഥിക്ക്. അങ്ങനെ ഫലങ്ങൾ ഒരു 8 മണ്ഡലങ്ങളിലെങ്കിലും കുറഞ്ഞത് ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു. കൊല്ലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം UDF ലീഡ് നേടുകയാണ്. തീർച്ചയായും ഒരു ഘട്ടത്തിലെങ്കിലും കഴക്കൂട്ടത്ത് ഒരു ഘട്ടത്തിലെങ്കിലും ഇപ്പോൾ BJP-ക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കുന്നു എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ മഞ്ചേശ്വരത്തല്ല, മറിച്ച് നേമം കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു മണ്ഡലം പിടിക്കുന്നുവെങ്കിൽ അതൊരു പക്ഷേ കഴക്കൂട്ടമാകാമെന്ന് ചിലരെങ്കിലും നിരീക്ഷിച്ചിരുന്നു. ഒരു ഘട്ടത്തിലെങ്കിലും 8 വോട്ടുകൾക്ക് ഇപ്പോഴിതാ വി മുരളീധരൻ മുന്നിലേക്ക് വരുന്നു. അത് ഇനി എന്തായിരിക്കും? അതായത് ഈ വോട്ട് നില മെച്ചപ്പെടുത്താൻ മുരളീധരന് സാധിക്കുമോ, അതിനപ്പുറത്ത് പിന്നിലേക്ക് പോകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇപ്പോഴിതാ വീണ്ടും BJP-യുടെ ടാലി 2ലേക്ക് മാറാൻ സമയമാകുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്ത് തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ ഏറ്റവും ശക്തമായി ത്രികോണ പോരാട്ടം നടക്കുന്ന നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും. അതിലിതാ നേമത്തും കഴക്കൂട്ടത്തും BJP ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. കഴക്കൂട്ടത്ത് തുച്ഛമായ വോട്ടുകൾക്ക് 2 അക്കം പോലും ഇല്ല ആ മേൽക്കൈക്ക് എന്ന് നമുക്കറിയാം. കേവലം 8 വോട്ടുകൾക്ക് മാത്രമാണ് കഴക്കൂട്ടത്ത് മുന്നിൽ നിൽക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ഭൂരിപക്ഷം 40,000 കടത്തിയ നേതാവിന്റെ പേര് പറയാമോ?
ചാണ്ടി ഉമ്മൻ. അതെ, ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 40,000 കടന്നിരിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ലീഡ് 40,000 കടന്നിരിക്കുന്നു. ലീഡ് 40,000. ഒരു പക്ഷേ ഇത്തവണ വോട്ടെണ്ണി കഴിയുമ്പോൾ, അതായത് അന്തിമ ഫലം വരുമ്പോഴും റെക്കോർഡ് ഭൂരിപക്ഷം എന്നത് പുതുപ്പള്ളിയിലായിരിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല യുവാക്കൾക്കിടയിലെ വ്യത്യസ്ത മുഖമായി ചാണ്ടി ഉമ്മൻ മാറുന്നു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. രാഷ്ട്രീയത്തിൽ മാറി ചിന്തിക്കേണ്ടതുണ്ട്, രാഷ്ട്രീയ പ്രചാരണ രീതികളിൽ മാറി ചിന്തിക്കേണ്ടതുണ്ട്, ജനങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു ചാണ്ടി ഉമ്മന്റെ നിലപാട്. ആ നിലപാടുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു പുതുപ്പള്ളിയിൽ എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ 4686 വോട്ടുകൾക്കാണ് നേമത്ത് മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ കഴക്കൂട്ടത്ത് കേവലം 8 വോട്ടുകൾക്കാണ് ഇപ്പോൾ വി മുരളീധരൻ കേന്ദ്രമന്ത്രി മുന്നിൽ നിൽക്കുന്നത്. 708 അവിടെ കരമന ജയനാണ് NDA സ്ഥാനാർത്ഥി രണ്ടാമത്. അവിടെ 708 വോട്ടിന് ഇപ്പോ CP ജോൺ ലീഡ് കുറഞ്ഞു, 3000 വരെ പോയതാണ്. 4686 ആയി നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം 4686. കഴക്കൂട്ടത്ത് വി മുരളീധരൻ 8 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവനന്തപുരത്ത് ലീഡ് കുറയുന്നു. UDF-ന്റെ ചാത്തന്നൂരിൽ കടുത്ത മത്സരം. പാലക്കാട് ലീഡ് നില മാറി മറിയുന്നു. അങ്ങനെ NDA അവിടെയും ശക്തമായ ത്രികോണ പോരാട്ടമാണ്. ശക്തമാണ്. ഈ തിരുവനന്തപുരത്തെ മധ്യ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നേരിയ വോട്ടുകൾ മാത്രമാണ് വ്യത്യാസം ഇപ്പോൾ ഉള്ളത്. അവിടെ ഏത് സ്ഥലത്ത് എങ്ങനെയും മാറി മറിയാം. ഇനി റൗണ്ടുകൾ 4-5 റൗണ്ടുകൾ കിടക്കുകയാണ്. കുറച്ച് ഡീറ്റെയിൽസ് കൂടി. 20,678 വോട്ടാണ് CP ജോണിനുള്ളത്. 2,476 വോട്ടിന്റെ ലീഡ് ഉണ്ട് എന്ന് ഇപ്പോൾ പറയുന്നു, ഏറ്റവും ഒടുവിലത്തെ വിവരം. അപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥിയാണ് കരമന ജയൻ, 18,202 വോട്ട്. സുധീർ കരമന നിരാശപ്പെടുത്തുന്ന പ്രകടനം, 16,058 വോട്ടോടുകൂടി മൂന്നാം സ്ഥാനത്താണ്. യെസ്, എന്തായാലും ആ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ രഞ്ജിത്ത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ആന്റണി രാജു വിജയിച്ചു കയറിയതാണ്. പിന്നീട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് അങ്ങനെ ചുമതല നഷ്ടപ്പെടുന്ന, കുറ്റക്കാരനെന്ന് കണ്ടെത്തി MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ആന്റണി രാജു അവിടെ ഇതാ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ CMPയുടെ CP ജോൺ ഒന്നാമത് എത്തി നിൽക്കുന്നു. രണ്ടാം സ്ഥാനത്തേക്ക് BJP കയറി വരുന്നു. മൂന്നാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി തള്ളപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരത്തിന്റെ ചിത്രം. LDF ഉറപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രേംകുമാറിന്റെ ലീഡ് 27,122 കുതിച്ചുയർന്നിരിക്കുന്നു. രണ്ടാം സ്ഥാനത്തും ഒപ്പം PK ശശി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. അവിടെ പ്രേംകുമാർ വിജയം ഉറപ്പിച്ചു. പ്രേംകുമാറിന്റെ പ്രചരണം പോലും വ്യത്യസ്തമായിരുന്നു. ഹാരങ്ങൾ മേടിക്കാതെ നോട്ട്ബുക്കും പേനയുമായിരുന്നു തരണമെന്ന് പറഞ്ഞിരുന്നത്. അത് വിദ്യാർത്ഥികൾക്കായി താൻ കൊടുക്കുമെന്ന് പറഞ്ഞു. വളരെ വ്യത്യസ്തമായ CPM-ൽ ജയിച്ച് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ഒരു മണ്ഡലമായി എന്തായാലും ഇതുവരെയുള്ള UDF-ന്റെ സ്ട്രാറ്റജികളിൽ പൊളിഞ്ഞു പോയി എന്ന് തോന്നുന്നത് ഒറ്റപ്പാലത്ത് PK ശശിയെ പിന്തുണച്ചതാണ്. കാരണം ഒരുപക്ഷെ ഇത്രമേൽ വലിയ ആരോപണം CPM-നകത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട ഒരാളായിരുന്നു PK ശശി. PK ശശിയെ പോലെ ഒരാളെ ചുമക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടക്കം കൃത്യമായ നിലപാട് സ്വീകരിച്ച പാർട്ടി പിന്നെ എന്തിന് പിന്തുണയ്ക്കണം എന്ന ചോദ്യം ചോദിച്ചു. പക്ഷേ അവിടെ ഇതാ PK ശശി പിന്നിലാകുമ്പോൾ ആ തീരുമാനം കോൺഗ്രസിന് പിഴച്ചു. അതിനപ്പുറത്ത് അമ്പലപ്പുഴയിൽ സുധാകരനെ പിന്തുണച്ചത് ഉൾപ്പെടെ കണ്ണൂരിലെ വിമതരെ ഉൾപ്പെടെ പിന്തുണച്ച തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്ന നിലയിലേക്ക് ഇപ്പോൾ വോട്ട് വിഹിതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് ഒറ്റപ്പാലത്ത് PK ശശി പിന്നോട്ട് പോകുന്നു എന്ന് മാത്രവുമല്ല മൂന്നാം സ്ഥാനത്തേക്ക് PK ശശി ഒരു ഘട്ടത്തിൽ പിന്തള്ളപ്പെടുന്നു എന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.